ഹലോ, എൻ്റെ പേര് സാൻഡ്ര. ഞാൻ ഇന്നലെ CUET എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. എനിക്ക് 2 ഷിഫ്റ്റ് ആയിട്ടായിരുന്നു എക്സാം. 2 ഷിഫ്റ്റ് ഇന്നലെ തന്നെയായിരുന്നു. അപ്പോൾ ഇന്നലെ തന്നെ എൻ്റെ എല്ലാ എക്സാമും കഴിഞ്ഞു. അപ്പം എക്സാമിനെ പറ്റി പറയുവാണെങ്കിൽ നമ്മൾ ആദ്യം കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ അഡ്മിറ്റ് കാർഡ് കൊണ്ടുപോകണം. ഇപ്പം എത്ര സെഷൻസ് ആണ് ഉള്ളത് അത്ര അഡ്മിറ്റ് കാർഡ് നമ്മൾ കൊണ്ടുപോകണം. അവര് അഡ്മിറ്റ് കാർഡ് വാങ്ങിച്ചു വെക്കും. അതുകൊണ്ട് എത്രയാണ് സെഷൻസ് ആണുള്ളത് അത്ര അഡ്മിറ്റ് കാർഡ് കൊണ്ടുപോകണം. പിന്നെ നമ്മുടെ ഒരു ഫോട്ടോ കൊണ്ടുപോകണം. പിന്നെ വാലിഡ് ID പ്രൂഫ്. പിന്നെ ഒരു പെണ്ണ് കൊണ്ടുപോകണം. അവര് പെണ്ണ് തരില്ല, നമ്മൾ തന്നെ കൊണ്ടുപോകണം. പിന്നെ എൻ്റെ സെന്ററിലാണെങ്കിൽ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് തന്നെ അവര് നോക്കിയിരുന്നു. ആദ്യം തന്നെ വെറിഫിക്കേഷൻ പ്രോസസ്സാണ്. വെറിഫിക്കേഷൻ പ്രോസസ്സ് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ തന്നെ ചെക്കിംഗ് ഉണ്ട്. അപ്പം പരമാവധി മെറ്റൽ ഒക്കെ ഒഴിവാക്കുക. പിന്നെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കമ്പ്യൂട്ടറൈസ്ഡ് എക്സാം ആണ്. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ പേപ്പറൊക്കെ അവര് തരും, എത്ര വേണമെങ്കിലും തരും. അതിനൊന്നും ഒരു കുഴപ്പമില്ല, എത്ര പേപ്പർ ചോദിച്ചാൽ അവര് തരും. പിന്നെ എക്സാമിനെ പറ്റി പറയുവാണെങ്കിൽ ബയോളജി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അധികം ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ബയോളജിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാം അത്യാവശ്യം ഡയറക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ലാതെ എഴുതാൻ പറ്റിയിരുന്നു. പിന്നെ കെമിസ്ട്രിയുടെ കാര്യം പറയുവാണെങ്കിൽ കെമിസ്ട്രി എല്ലാം NCERT ബേസ്ഡ് തന്നെയായിരുന്നു. പിന്നെ ഞാൻ ഇവിടുത്തെ ബ്രില്യന്റിലെ CUET മോക്ക് ടെസ്റ്റ് എഴുതാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം അത്യാവശ്യം എക്സ്പെക്ട് ചെയ്ത പോലത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. അപ്പോൾ കെമിസ്ട്രിയിലേത്തെന്ന് പറഞ്ഞാൽ എല്ലാം NCERT ബേസ്ഡ് തന്നെയായിരുന്നു. ഒന്നും NCERT പുറത്തുള്ളതൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാം NCERT ബേസ്ഡ് തന്നെയായിരുന്നു. പക്ഷെ അത്ര ഭയങ്കര ഡയറക്റ്റ് ആയ ക്വസ്റ്റ്യൻസ് അല്ല. അത്യാവശ്യം NCERT നമുക്ക് അറിയണം, എന്നാലേ എഴുതാൻ പറ്റും. അല്ലാതെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലായിരുന്നു. പിന്നെ കുറച്ചൊരു പ്രോബ്ലംസും ഉണ്ടായിരുന്നു. മെജോറിറ്റി തിയറി തന്നെയായിരുന്നു, NCERT തിയറി തന്നെ. പിന്നെ ഫിസിക്സിന്റെ കാര്യം പറയുവാണെങ്കിൽ ഫിസിക്സ് പ്രോബ്ലംസും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ തിയറി ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. ഇങ്ങനെ വളരെ സിമ്പിൾ അല്ല, എന്നാലും കുഴപ്പമുണ്ടായിട്ടില്ലായിരുന്നു. അപ്പം ഇതാണ് എൻ്റെ CUET എക്സ്പീരിയൻസ്. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക.